ഇന്ന് കേരളത്തിൻ്റെ ആധ്യാത്മിക മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിൽ, നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകാവുന്ന സുദിനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. പന്തളം എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ കലിയുഗ വരദനായ അയ്യപ്പൻ്റെ നാമത്തോടൊപ്പം ഒരു പവിത്ര സ്ഥലിയായി, വിശുദ്ധിയുടെ മൂർത്തിമത് ഭാവമായ ഒരു നാടിൻ്റെ പേരായി ഭക്തജനങ്ങൾ ആദരവോടുകൂടി ഓർക്കുന്ന ഒരു സ്ഥലമാണ് പന്തളം. നമ്മുടെ വിശ്വാസമനുസരിച്ച് ഈ പുണ്യസ്ഥലിയായിട്ടുള്ള പന്തളത്തിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും ആരാധനാമൂർത്തിയായിട്ടുള്ള സാക്ഷാൽ അയ്യപ്പൻ തൻ്റെ പിഞ്ചിളം പാദം ചവിട്ടി സഞ്ചരിച്ചിട്ടുള്ളത്. അവിടുത്തെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂതമായ ഓരോ തരി മണ്ണും പവിത്രമാണെന്ന് കരുതുന്ന വിശ്വാസമാണ് നമുക്ക് ഈ നാടിനെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ജന്മഭൂമിയിൽ ഒന്ന് വരിക, ഇവിടുത്തെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുക, പിതൃസ്ഥാനീയരായിട്ടുള്ള ഇവിടുത്തെ രാജകുടുംബത്തെ ഒന്ന് കാണുക എന്നൊക്കെ പറയുന്നത് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഒരു തീവ്രമായ അഭിലാഷമാണ്. അങ്ങനെയുള്ള ഈ ഒരു പുണ്യഭൂമിയിൽ വച്ചാണ് കാനനവാസനായി അയ്യപ്പൻ പ്രതിഷ്ഠിതനായിരിക്കുന്ന ശബരിമലയുടെ ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഇന്നത്തെ പ്രത്യേകമായ സവിശേഷമായ സാഹചര്യത്തിൽ ഇതുപോലൊരു മഹാസമ്മേളനം നടക്കുന്നത്. വളരെ ഹ്രസ്വമായ ഒരറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനായിരങ്ങൾ ഇപ്പോൾ ഈ സമ്മേളന നഗരിയിലേക്ക് തിങ്ങി നിറഞ്ഞ് കവിഞ്ഞ് ഈ പന്തളത്തിൻ്റെ രാജപാതയിലെമ്പാടും പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത പുരുഷാരമായി തമ്പടിച്ചിരിക്കുന്നത്. രണ്ടായിരത്തി നമ്മുടെ സനാതനധർമ്മത്തെയും ഹിന്ദുവിശ്വാസത്തെയും ഹൈന്ദവ ബിംബങ്ങളെയും നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെയുമെല്ലാം തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ നാട്ടിലെ നിർമ്മത നിരീശ്വര പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ഈ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന, അവരുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പ്രത്യയശാസ്ത്രത്തിന് തന്നെ ഭീഷണിയായി മാറിയ, അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിയ അയ്യപ്പ വിശ്വാസത്തെ ഇല്ലാതാക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യം വെച്ചുകൊണ്ട് കിട്ടിയ ഒരവസരം എന്നുള്ള നിലക്ക് സുപ്രീം കോടതിയിൽ ചിലർ നൽകിയ ഒരു കേസിൽ ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന CPM പാർട്ടി, പിണറായി ഗവൺമെൻറ്
അവരുടെ പിണിയാളുകളായി ദേവസ്വം ഭരിച്ചിരുന്ന പാർട്ടി നേതാക്കന്മാർ അവരെല്ലാം ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തണം എന്നാണ് കേരള സർക്കാരിൻ്റെ ഉറച്ച നിലപാട് എന്നും ആ നിലപാടിന് അനുപൂരകമായി രാഷ്ട്രീയ യജമാനന്മാരുടെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് തങ്ങളുടെയും ഉറച്ച നിലപാട് ശബരിമല ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശിച്ച് ആചാരലംഘനം നടത്തണം എന്നാണ്. ആ ക്ഷേത്രത്തിൻ്റെ പൗരാണികമായ പാവനമായ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ തകർക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതേ തുടർന്ന് അവർ ചോദിച്ചു വാങ്ങിയ ഒരു വിധി കോടിക്കണക്കിനായ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇടുത്തിയായി പെയ്തിറങ്ങിയതിൻ്റെ പരിണതഫലമായാണ് ഏതാനും ദിവസങ്ങൾക്കകം ഒക്ടോബർ മാസം 2-ാം തീയതി ആ വിധി തിരുത്തി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട്, തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, ആ വിധി നടപ്പാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കു വേണ്ടിയാണ് ഈ വിധി ചോദിച്ചത് എന്ന സർക്കാരിൻ്റെ അവകാശവാദം ഇവിടുത്തെ യുവതികളും സ്ത്രീകൾക്കും വേണ്ടിയാണ്, ഞങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടിയാണ്, സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയാണ്, സമത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത് എന്നു പറഞ്ഞ അതേ പിണറായി സർക്കാരിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് പന്തളത്തെ 10,000-കണക്കിന് വരുന്ന അമ്മമാർ, സഹോദരിമാർ ഈ പന്തളത്തിന്റെ തെരുവീഥിയിലൂടെ കടലാലമാലകളെ പോലെ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ടുള്ള നാമജപയാത്ര നടത്തിയത്. ആ ജപയാത്രയുടെ ദൃശ്യം കൊണ്ട് രോമാഞ്ചകഞ്ചുകമണിഞ്ഞ് ഈ നാട്ടിലെമ്പാടുമുള്ള ഭക്തജനങ്ങൾ, കേരളം മുഴുവനും പടർന്നു കയറിയ ആ വികാരം, ആ ആവേശം ലോകത്തെമ്പാടും അത് പടർന്നു കയറിയപ്പോഴാണ് മാസങ്ങൾ നീണ്ടുനിന്ന പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും സമര പോരാട്ടങ്ങളുടെയും എല്ലാം ഭാഗമായി ഇവിടെ നിന്നുയർന്ന ശബരീശന്റെ ശരണകീർത്തനങ്ങളുടെയും അയ്യപ്പ ഘോഷത്തിന്റെയും ശബ്ദം നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ആ ഭരണഘടനാ ബെഞ്ചിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ കർണങ്ങളിൽ പോലും എത്തത്തക്ക രീതിയിലുള്ള അത്യുഗ്രൻ അത്യുജ്വല പ്രതിരോധം ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്നപ്പോഴാണ് നമുക്കെല്ലാവർക്കും ആശ്വാസദായകമായ, നമ്മളെല്ലാം ആഗ്രഹിച്ച, കാത്തു കൊതിച്ച ആ തീരുമാനം അവസാനം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ആ കാര്യം, വിധി പറഞ്ഞ ഒരു ബെഞ്ച് തന്നെ ആ വിധി നടപ്പാക്കുന്നത് മാറ്റിവെച്ച് വിശാലമായ ഒരു ബെഞ്ചിലേക്ക് വിട്ട അത്യപൂർവമായ ഒരു സാഹചര്യം സാക്ഷാൽ അയ്യപ്പന്റെ കൃപ കൊണ്ട്, കടാക്ഷം കൊണ്ട്, അനുഗ്രഹ വർഷം കൊണ്ട് നമുക്കെല്ലാവർക്കും നേടാനായത് എന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, ഭരണകൂടത്തിന്റെ സർവ്വ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തെരുവിലിറങ്ങിയ നാമജപം നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും തൊട്ട് കാനനപാത മുതൽ ശരണപാതയ്ക്കപ്പുറത്തേക്ക് ശബരീശന്റെ തിരുസന്നിധിയിൽ വരെ, ശബരിമല ക്ഷേത്രത്തിന്റെ തിരുസങ്കേതത്തിൽ വരെ നാമജപം നടത്തിയ ആളുകളെ അതിക്രൂരമായി മർദ്ദിച്ച് പിടിച്ച് ജയിലടച്ച് എല്ലാ തരത്തിലുള്ള പീഡനമുറകളും അടിച്ചേൽപ്പിച്ച് അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരത ഈ നാട്ടിൽ അടിച്ചേൽപ്പിച്ച ആ ഒരു സാഹചര്യം
ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും അന്നത്തെ നേതാക്കന്മാരുമെല്ലാം വളരെ വളരെ പരിഹാസപൂർവം ഇവിടുത്തെ ഭക്തജനങ്ങളെ, നാമജപത്തെ, ഭക്തജനങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന് വലിയ നവോത്ഥാന നായകന്മാരാകാൻ വേഷം കെട്ടി, ചട്ടം കെട്ടി അങ്ങനെ നിന്ന സന്ദർഭത്തിലാണ് സുപ്രീം കോടതിയുടെ ആ വിധി ഉണ്ടായത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണകൂടത്തെ, സർവസന്നാഹവുമായി വന്ന ഒരു ഭരണകൂടത്തെ, ഭീകരതയുമായി വന്ന ഒരു ഭരണകൂടത്തെ, CPM പോലുള്ള ഒരു പാർട്ടി അതിന്റെ സർവശക്തിയുമെടുത്ത് പല്ലും നഖവും ഉപയോഗിച്ച് ക്രൗര്യദംഷ്ട്രകളെല്ലാം പുറത്തെടുത്ത് മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആലംബവുമില്ലാതെ, ഒരു തരത്തിലുള്ള സഹായവുമില്ലാതെ ഭക്തജനങ്ങൾ ഉള്ളൊരുകി നെഞ്ച് പൊട്ടി വിളിച്ച ശരണമന്ത്രഘോഷത്തിന്റെ സഹായം കൊണ്ട് മാത്രം അതിനെ ചെറുത്തു തോൽപ്പിച്ചത് എന്ന ചരിത്രം ആ ഉജ്ജ്വലമായ സമര പോരാട്ടത്തിനുണ്ട്. അവസാനം അവർക്ക് കൊമ്പ് കുത്തേണ്ടി വന്നു, അവർക്ക് മുട്ടും മടക്കേണ്ടി വന്നു. സുപ്രീം കോടതി വിധി അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. ജനങ്ങൾ അവരെ വെറുത്തു, ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി. ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളാണെന്നും, ഹിന്ദുക്കൾക്കെതിരെ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലാന്നും, ഹിന്ദു എന്ന് പറയുന്ന വഴിയിൽ കെട്ടിയ ചണ്ടയാണെന്നും, ഹിന്ദു എന്ന് പറയുന്നത് റോഡിൽ കാണുന്ന ഏത് പാർട്ടിക്കും പിൻകാലുമൊക്കെ മൂത്രമൊഴിക്കാനുള്ള സർവേ കല്ലാണെന്നൊക്കെ ധരിച്ചു വശായിരുന്ന ഇവിടത്തെ ഉദരംഭരികളായ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് അവരുടെ നിലപാട് തിരുത്തേണ്ടി വന്ന, തിരിച്ചറിവുണ്ടാകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ആ സുപ്രീം കോടതി വിധിയോടുകൂടിയും ആ പ്രതിരോധത്തോടുകൂടിയും ഉണ്ടായത്. പിന്നീട് അവര് പറഞ്ഞു, ആളുകളുടെ അടുത്ത് വന്ന് പറഞ്ഞു, വീടുകളിൽ വന്ന് പറഞ്ഞു, അമ്മമാരോടും ഭക്തജനങ്ങളോടും സഹോദരിമാരോടും പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല, അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണം എന്നൊക്കെ സമ്മേളനവും പാർട്ടി കോൺഗ്രസും എല്ലാം ചേർന്ന് തീരുമാനിച്ച് പറഞ്ഞ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അതിനെല്ലാം ശേഷം ഇപ്പോൾ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു സൂക്കേടുണ്ട്, എന്ത് കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വിസ്മൃതിയിലേക്ക് മെല്ലെ മറഞ്ഞു പോയിരുന്ന ആ ഭൂതകാലത്തിലെ ദുരന്തപൂർണമായ സാഹചര്യം അതങ്ങനെ മറന്നുകൂടാ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ കത്തിക്കാണണം, അതങ്ങനെ ആളിക്കത്തി നിൽക്കണം എന്ന അയ്യപ്പ നിയോഗം പോലെ നമ്മുടെ കേരളത്തിലെ പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനെല്ലാം ഒരു സൽബുദ്ധി ഉദിക്കുകയും അങ്ങനെ അവര് പമ്പയിൽ വെച്ച് അഖില ലോക ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനമെടുക്കുക മാത്രമല്ല, അവര് ആ തീരുമാനത്തിന്റെ കൂടെ കുറച്ച് തീരുമാനങ്ങൾ കൂടി എടുത്തു. ആ അയ്യപ്പ സംഗമത്തിൽ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളെ ആരെയും വിളിക്കുന്നില്ല. ഇവിടുത്തെ ഒരൊറ്റ കാവ്യ വസ്ത്രം ധരിച്ച സന്യാസിമാരെയും അതിലേക്ക് വിളിക്കുന്നില്ല. ആധ്യാത്മിക ആചാര്യന്മാരെ ആരെയും അതിലേക്ക് വിളിക്കുന്നില്ല. കഴിഞ്ഞ 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 19 വർഷത്തിലധികമായി ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, ഈ സമൂഹത്തിനെതിരായി നേരിടുന്ന വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സന്നദ്ധ സംഘടനകളുണ്ട്, ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെ ശ്രീരാമകൃഷ്ണ മിഷനുണ്ട്, ചിന്മയ മിഷനുണ്ട്, അമൃതാനന്ദ മിഷനുണ്ട്, അതുപോലെ ശ്രീരാമദാസ് മിഷനെ പോലുള്ള നിരവധി ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്.
ഇവിടെ നിരവധി മഠങ്ങളുണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്. അവരെ ഒരാളെ പോലും ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു. ഹൈന്ദവ സംഘടനകളെ ആരെയും ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ഭക്തസമ്മേളനം നടത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് പമ്പയിൽ ഒരു ഭക്തസമ്മേളനം നടത്തുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവര് കേരളത്തിലെ ദേവസ്വം മന്ത്രി ചെന്നൈയിൽ പോയി വിശിഷ്ടാതിഥിയായ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതാരെ എന്ന വാർത്ത പുറത്തു വന്നതാണ്. ഒരുപക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയും ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഇതൊക്കെ ഉത്തരവ് പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശേഷണം പറയുന്നത് എന്ന് ദയവായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ഈ ബഹുമാനപ്പെട്ടവരെല്ലാം ചേർന്ന് എടുത്ത ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ ചെന്ന് പ്രഖ്യാപിത നിരീശ്വരവാദിയും അറിയപ്പെടുന്ന ഹിന്ദു വിരോധിയും സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കൂള സംഘത്തിന്റെ തമിഴ്നാട്ടിലെ നായകനുമായ MK സ്റ്റാലിനെയാണ് ഈ അയ്യപ്പ ഭക്ത സമ്മേളനം എന്ന് പറയുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്ന വാർത്ത പുറത്തു വന്നതുകൊണ്ടാണ്, അത്തരമൊരു തീരുമാനം അവരെടുത്തുകൊണ്ടാണ്, അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കടലാലമാലകളെ പോലെ ഇവിടെ ഇരമ്പിയാർത്തു വന്നിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് മേക്കിട്ട് കയറാൻ, നിങ്ങൾക്ക് ചവിട്ട് തെറിപ്പിക്കാൻ, നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ, ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തെ വിട്ടുതരാൻ തയ്യാറുള്ള അയ്യപ്പ വിശ്വാസത്തെ നിങ്ങൾക്ക് ചവിട്ടിക്കളിക്കാനുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രത്തെ, ആചാരങ്ങളെ, വിശ്വാസങ്ങളെ അതിനെ വീണ്ടും പിച്ച് ചീന്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാൻ, കാട്ടുകീട വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ജനാവലി ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ ജനാവലി ഇവിടെ എത്തിയത് ആരെയെങ്കിലും പേടിച്ചല്ല, ഏതെങ്കിലും ഭരണകൂടത്തിന്റെ പിപ്പിരി കാണിച്ച് ഭയപ്പെടുത്തി കൊണ്ടുവന്നല്ല, ആരെയെങ്കിലും ഞെരുക്കുമെന്നോ ആരെയെങ്കിലും മുറുക്കുമെന്നോ ഭീഷണിപ്പെടുത്തിയോ കണ്ണുരുട്ടിയോ അല്ല. ഇവിടെ വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ പാവപ്പെട്ട, മലബാർ ദേവസ്വം ബോർഡിലെ 10 മാസമായി ശമ്പളം കിട്ടാതെ പട്ടിണി കിടക്കുന്ന മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരല്ല, ഇവിടെ കേരള സർക്കാരിലെ വ്യത്യസ്ത വകുപ്പുകളിലെ ജോലിക്കാരല്ല, അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ആളുകളല്ല. ഇവിടെ വന്നിരിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ കത്തിക്കാളുന്ന അയ്യപ്പ ഭക്തിയുടെ ബാധാഭക്തി ആയാണ് ഇവിടെ ഈ ജനാവലി ജനതതി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്ന് കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ഞങ്ങൾ ശബരിമലയെ വികസിപ്പിക്കാൻ പോവുകയാണ് എന്ന്. ശബരിമലയെ വികസിപ്പിക്കാൻ പോവുകയാണെന്ന് ആരാണ് പ്രഖ്യാപനം നടത്തുന്നത്? അതിനുവേണ്ടി ഞങ്ങൾക്ക് 1000-ലധികം കോടി രൂപ വേണമെന്ന്. 1300 കോടിയുടെ ഒരു പ്രൊജക്ട് ഇതാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് പണം വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവസ്വം മന്ത്രിയെല്ലാം വെയ് രാജ വെയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗമം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പണമുള്ള ആളുകളെല്ലാം അവിടത്തേക്ക് വരണം. അങ്ങനെ വന്ന് ആ സംഗമത്തിൽ പങ്കെടുത്ത് ഓഫറിൽ ഒപ്പുവെച്ച് ഞങ്ങളുടെ ആവശ്യത്തിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന കോടിക്കനുസരിച്ച് ശബരിമലയിൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്നും VIP പരിഗണന ഉണ്ടാകുമെന്നും കോടി കൂടുമ്പോൾ VIP പരിഗണനകൾ ഉണ്ടാകുമെന്നും എല്ലാം അങ്ങ് വാഗ്ദാനം അങ്ങ് നൽകുകയാണ്. നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് കാര്യമുണ്ടാവും, നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ദർശനം നടത്താം. ബാക്കി വരുന്ന ഈ പാവപ്പെട്ട കോരനും രാമനും കുഞ്ഞിരാമനും എല്ലാം എവിടെയെങ്കിലും പോയി തുലയട്ടെ. പണക്കാർ വന്ന് അയ്യപ്പനെ മുമ്പിൽ വന്ന് പണം കൊടുത്ത് നേരിട്ട് ദർശനം നടത്താനുള്ള സൗകര്യമിതാ ഞങ്ങൾ ഒരുക്കുകയാണ്. വരുവിൻ, പണം സമർപ്പിക്കുവിൻ എന്നായിരുന്നു ആഹ്വാനം, എന്നായിരുന്നു ആ ആളുകൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. അതിന്റെ അടിസ്ഥാനത്തിൽ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ തത്വമസി എന്ന ഏറ്റവും ഉദാത്തമായ ചാന്തോക്യോപനിഷത്തിലെ ഏറ്റവും മനോഹരമായ
ഒരുപക്ഷെ ഭാരതത്തിലെ ആധ്യാത്മിക ചരിത്രത്തിലെ ആധ്യാത്മിക പദാവലിയിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്കാണത്. 4 വേദങ്ങളിൽ 4 മഹാവാക്യങ്ങളുണ്ട്. ആ 4 മഹാവാക്യങ്ങളിലെ എല്ലാ മഹാവാക്യങ്ങളുടെയും അമ്പരാർത്ഥങ്ങളും അതിന്റെ പൊരുളും സമാനമാണ്. വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് അത് ഉപയോഗിച്ചത് എന്ന് മാത്രം. അതിലേറ്റവും സമ്മോഹനമായ ഒരാശയമാണ് തത്വമസി എന്ന്. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എള്ളിലെണ്ണ പോലെ വ്യാപരിച്ചു കിടക്കുന്ന സാക്ഷാൽ പരാശക്തിയുടെ ബ്രഹ്മശക്തി, ആ ബ്രഹ്മശക്തി എല്ലാവരിലും ഒരുപോലെയുണ്ടെന്നും എല്ലാവരിലും എല്ലാറ്റിലും ഉണ്ടുവെന്നും ഏകമേവാ മദ്വിതീയ എന്ന് എല്ലാവരിലും ഈശ്വരാംശമുണ്ടെന്നും പ്രഖ്യാപിക്കുന്ന സനാതന ധർമ്മത്തിന്റെ സമ്മോഹനവും പ്രോജ്വലവുമായ പ്രഖ്യാപനമാണ് തത്വമസി. എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരുപോലെയാണ് എന്നതാണത്. അദ്വൈതത്തിന്റെ സാക്ഷാത്കാരമായ ഏറ്റവും മനോഹരമായ ഭാവാത്മകമായ ഒരു പ്രഖ്യാപനമാണ് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പ്രഖ്യാപനം. ആ തത്വമസി എന്ന മഹാവാക്യത്തിന്റെ ആന്തരിക ചോദനയുടെ അന്തസത്തയെ സമ്പൂർണമായും കൂത്തിക്കീറി വലിച്ചെടുത്തുകൊണ്ടാണ് അയ്യപ്പന്റെ തിരുസന്നിധിയിൽ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള തട്ടുകളിലൂടെ ഭക്തരെ വേർതിരിക്കാൻ, അവിടെ ഭക്തജനങ്ങൾക്ക് വെവ്വേറെ ക്യൂ അല്ലെങ്കിൽ അവർക്ക് ഭക്തന്റെ മുമ്പിൽ വെവ്വേറെ പരിഗണന നൽകാനുള്ള ഒരു ദുഷിച്ച തീരുമാനം എടുക്കുന്നതും ഇതുപോലുള്ള ഈ ഒരു സംഗമത്തിലൂടെ അതിനുവേണ്ടി ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതും. വികസനത്തിന് ആരും എതിരല്ല. നമ്മുടെ നാട്ടിൽ വികസനം വേണം. പക്ഷെ ആരാണ് വികസനത്തെ കുറിച്ച് പറയുന്നത്? ഇത് പറയുമ്പോൾ തന്നെ പൊട്ടി വരികയാണ് ചില സംഭവങ്ങൾ. ഇവിടെ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിക്കൊണ്ടുപോകുന്ന, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഭക്തന്മാർ സമർപ്പിച്ച ഇത്തരം കാര്യങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആദരണീയരായ നമ്മുടെ നേതാക്കന്മാർ ശ്രീ അണ്ണാമലൈ, ശ്രീ തേജസ്വി സൂര്യ, ഭാവി ഭാരതം കാത്തു നിൽക്കുന്ന ദക്ഷിണേന്ത്യയിലെ 2 ചക്രവാള സീമയിൽ ഉദിച്ചുയർന്ന 2 ധ്രുവ നക്ഷത്രങ്ങൾ ഒരുപോലെ ഒരേ സമയം ഇതാ ഈ വേദിയിൽ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും വലിച്ചടുപ്പിച്ചിരിക്കുന്നത് അയ്യപ്പ വിശ്വാസമാണ്, അയ്യപ്പനിലുള്ള വിശ്വാസമാണ്. ഈ വിശിഷ്ടാതിഥികൾ ഇവിടെ വന്നിരിക്കുന്നതും അയ്യപ്പന്റെ കീർത്തിയും യശസ്സും അയ്യപ്പനുള്ള വിശ്വാസവും കൊണ്ടാണ്. ഭക്തന്മാരായി തന്നെയാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ദേവസ്വം ഭരിക്കുന്ന ആളുകൾ അവർ നടത്തുന്ന തെറ്റായ സമീപനങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നിരവധി ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ തീവെട്ടിക്കൊള്ള നടക്കുന്ന, പിടിച്ചുപറി നടത്തുന്ന, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തന്മാർ സമർപ്പിച്ചിരുന്ന തുക കട്ടുകൊണ്ടുപോകുന്ന, കോടതി കയ്യോടെ പിടികൂടിയിട്ടും ഉളുപ്പില്ലാതെ ഇപ്പോഴും കോടതിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് മേലെ നോക്കിയാൽ ഭയമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഒരു തീരുമാനവും എടുക്കാൻ വിടുന്നില്ലെന്നാണ്. എന്തുകൊണ്ടാണ് കോടതി ഇടപെടുന്നത്? കോടതി ഇടപെടുന്നത് ഈ അയ്യപ്പന്റെ സമ്പത്ത് മുഴുവനും കട്ടുകൊണ്ടുപോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഈ കോടികൾ വാരിക്കൊണ്ടുപോകാൻ വേണ്ടി ഈ സംഗമം നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ശബരിമലയുടെ കാനന വിശുദ്ധി ഇല്ലാതാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഭക്തജനങ്ങളാകെ പ്രതിഷേധിച്ചത്. അതുകൊണ്ടാണ് അയ്യപ്പ വിശ്വാസമുള്ള ഓരൊറ്റ മനുഷ്യൻ പോലും പമ്പാ നദിക്കരയിൽ നടന്ന ആ ഒരു ആഗോള സംഗമത്തിൽ പോകാതിരുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ ചെയ്തികളെല്ലാം അയ്യപ്പൻ പുറത്തറിയിച്ചു. അവസാനം നാണം കെട്ട് ചുരുണ്ടുകൂടിയിട്ടിപ്പോ അതൊക്കെ വികൃതിയാണ് എന്ന് പറയേണ്ട ഗതികേട് അവർക്കെല്ലാം ഉണ്ടാക്കി തരുന്ന സാക്ഷാൽ അയ്യപ്പനോടുള്ള സന്തോഷവും പ്രാർത്ഥനയും ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
ഉദ്ഘാടന സഭ ആരംഭിക്കുന്നതിന് മുമ്പായി ശരണഘോഷം വിളിക്കുകയാണ്. അതിനുവേണ്ടി ഗുരുസ്വാമിമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും പരമാവധി അത് ഏറ്റുവിളിച്ച് അയ്യപ്പ മന്ത്രത്താൽ മുഖരിതമാകണം അന്തരീക്ഷമെന്ന് അപേക്ഷിക്കുന്നു. ഗണപതി ഭഗവാനെ സരസ്വതി ദേവിയെ കൈലാസവാസനെ വൈകുണ്ഠവാസനെ ഹരിഹരസുതനെ പന്തള രാജാവേ പന്തള രാജകുമാരനെ മണികണ്ഠ സ്വാമിയെ ശബരിമല ധർമ്മശാസ്താവേ ധ്യാനസ്വരൂപനെ കാനനവാസനെ ഏകാന്തവാസനെ മലദൈവങ്ങളെ പമ്പാ നദിയെ പമ്പയിൽ ശിശുവേ സ്വാമിയേ 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 ഹരിഹരസുധനാനന്ദജിത്ത അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ 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 പൊന്നുസ്വാമിയേ. യോഗ നടപടികൾക്ക് സ്വാഗതം ആശംസിക്കുന്ന കർത്തവ്യത്തിനു വേണ്ടി ഈ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ SJR കുമാർ അവർകളെ സ്വാഗതം ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പൻ്റെ കാൽപാദങ്ങളാൽ അനുഗ്രഹീതമായ ഈ പന്തളത്തിൻ്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ മാറ്റൊലി ഇന്ന് ലോകമെമ്പാടും അയ്യപ്പ ഭക്തർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹൈന്ദവരായ ബന്ധുക്കൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ ഒരനുഭൂതി തന്നെയായിരുന്നു. ഇത്രത്തോളം അയ്യപ്പനെ നെഞ്ചേറ്റുന്ന ഒരു ജനസമൂഹം ലോകമെമ്പാടും വിരാജിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്രത്തോളം ജനതതി ഈ വിഷയത്തിൽ ഉത്സുകരായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാം കർത്തവ്യങ്ങൾ വേണ്ട തരത്തിൽ നിറവേറ്റുന്നുണ്ടോ? ഞാൻ ശബരിമലയെ സംബന്ധിച്ചാണ് പറയുന്നത്. ശബരിമലയ്ക്കുള്ള കടന്നുകയറ്റം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിശ്വാസികളായിട്ടുള്ളവരുടെ കടന്നുകയറ്റം, അവിശ്വാസികൾ കടന്നു കയറുക മാത്രമല്ല ആചാര അനുഷ്ഠാനങ്ങളെ ചവിട്ടി മെതിക്കുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ ഭരണകൂട ഭീകരതയെന്നോണം കേരളത്തിലെ സർക്കാർ നിഷ്ഠൂരമായി മർദ്ദിച്ചു. നമ്മളിൽ ഇവിടെ നിൽക്കുന്നതിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ കേസിൽപ്പെട്ടവരാണ്. നാമജപം മാത്രം നടത്തിയെന്നുള്ള ഏക കുറ്റത്തിനാണ് നമ്മളെല്ലാം പേരിൽ കള്ളക്കേസുകൾ ചമച്ചിരിക്കുന്നത്.
ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് കേരള മന്ത്രിസഭ കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. അതായത് കേരളത്തിൽ നടന്ന CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരും ശബരിമല പ്രക്ഷോഭകാലത്ത് 2018-19 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന കേസുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കള്ളക്കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരുടെ എല്ലാം കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞ ഈ സർക്കാർ CAA വിരുദ്ധ സമരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കേസുകൾ, എല്ലാ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ വരെ പിൻവലിച്ചപ്പോൾ യാതൊരു തെളിവോ ഒരു മൊഴിയോ ഒരു സാക്ഷിയോ ഇല്ലാത്ത വീടുകളിൽ കഴിഞ്ഞിരുന്നവരുടെ പേരുമെടുത്ത കേസുകൾ ഇന്നും നിലനിൽക്കുന്നു. നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്, നമുക്കറിയാം. നിങ്ങളുടെ എല്ലാം വികാരമാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ശബരിമല കർമ്മസമിതിയിൽക്കാവുന്ന തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കേസുകളിൽപ്പെട്ടവരെയൊക്കെ നമുക്കാവുന്നവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് തുടരും. പക്ഷേ അതുകൊണ്ടായില്ല. ഇതെല്ലാം ചെയ്ത സർക്കാർ മാപ്പ് പറയാതെ, അതല്ലെങ്കിൽ 2018-19 കാലത്ത് എടുത്ത പോലീസ് നടപടികൾ പിൻവലിക്കാതെ, 2008 മുതൽ ഇങ്ങോട്ട് 2 ഇടതുപക്ഷ സർക്കാരുകൾ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാതെ എന്ത് ധൈര്യത്തിലാണ് ഇവർ ആഗോള അയ്യപ്പ സംഗമം വിളിച്ച്, അതും പമ്പയിൽ, പരിശുദ്ധമായ പമ്പയുടെ തീരത്ത്, ഗണപതി മിത്താണെന്ന് പറഞ്ഞവർ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ ഗണപതിയെ ചലഞ്ച് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടത് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി, അല്ലെങ്കിൽ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് ആഹ്വാനം നൽകി എന്ന് പറയപ്പെടുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടിയ സർക്കാർ അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചത് ആരെയാണ് നമ്മൾ കണ്ടു. സനാതനധർമ്മത്തെ എത്രത്തോളം ഇകഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ഇകഴ്ത്തുകയും, സനാതനധർമ്മം ഈ ഒരു വൈറസാണ്, ലോകത്തിൽ അവശേഷിക്കുന്ന ഒരു വൈറസാണ്, അതിനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഇല്ലാതാക്കണം എന്ന് വരെ പറഞ്ഞ DMKയുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനെയാണ് മുഖ്യാതിഥി വിളിച്ചത്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ്? ഇത് യഥാർത്ഥ ഭക്തന്മാരാണോ ഇവർ? പക്ഷേ അതെല്ലാം നമ്മൾ സഹിച്ചും കണ്ടും കേട്ടിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. എങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് അയ്യപ്പഭക്തന്മാർ അല്ലാതെ തന്നെ ലോകമെമ്പാടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തന്മാർ നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു, നമ്മുടേതായിട്ട് യഥാർത്ഥ ഭക്തന്മാരുടേതായിട്ട് ഒരു അയ്യപ്പ സംഗമം എന്തുകൊണ്ട് വിളിച്ചുകൂടാ എന്ന്. അതും അയ്യപ്പ ഭക്തന്മാരുടെ തന്നെ ഒരു ചിന്തയായിരുന്നു, അത് പന്തളത്ത് തന്നെ ആകണം. 2 കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പുണ്യഭൂമിയാണ് പന്തളം, യാതൊരു സംശയവുമില്ല. ഒരു വർഷത്തിൽ 2-3 തവണയാണ് നമ്മളെല്ലാം ഇവിടെ വന്ന് പന്തളം കൊട്ടാരം അവിടെ സന്ദർശിക്കുന്നത്. അയ്യപ്പൻ വാണിരുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ശബരിമല 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി വിശ്വാസവഞ്ചന എന്നോണം സുപ്രീം കോടതിയുടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ, ഒരു വിധി നമ്മുടെ എല്ലാം നെഞ്ച് തകർത്തു. ആ വിധിക്കെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുന്നത് അതൊരു നാമജപ യാത്രയായിരുന്നു. പന്തളം കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നാരായണവർമാജി നമ്മുടെ അധ്യക്ഷനായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാനിത് പറയുന്നത്. അന്ന് അദ്ദേഹം എൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാനിപ്പോഴും ശശികുമാര വർമ്മയെ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു. ശശികുമാര വർമാജിയെയും നാരായണ വർമാജിയുടെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൽ ഒരു ആഹ്വാനം നൽകി. ഇതിനെതിരെ ഒരു പ്രതിഷേധം, അക്രമാസക്തമാകാതെ നാമജപം മാത്രം മതി എന്നാണ് അവർ പറഞ്ഞത്. 3000 പേര് ആണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ കണ്ടു, ഈ പന്തളത്തിൻ്റെ തെരുവീഥികളിൽ കൂടെ 80,000-ൽ പരം, അതും ബഹുഭൂരിപക്ഷം അമ്മമാരായിരുന്നു നാമജപയാത്ര ഇവിടെ മുന്നോട്ട് നീങ്ങിയത്. ഒരു കൊടിയില്ല, ഒരു മുദ്രാവാക്യമില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാരണം ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെ ആരംഭമാണ്. ഇവിടെ അത് പന്തളത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ഈ പ്രക്ഷോഭം 2018-19 പോലെ തീരാൻ അടങ്ങുന്നതല്ല. ഇതിനൊരു പരിഹാരം കണ്ടേ നമ്മൾ മടങ്ങുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഈ സർക്കാർ
നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം കണ്ണീരോടെയാണ് നമ്മുടെ അമ്മമാരെല്ലാം ഈ കഥകൾ പറയുന്നത്. അവർ നമ്മളോട് പറയുന്നത്, നിങ്ങളൊന്നും ഇത് കാണുന്നില്ലേ? സനാതനധർമ്മത്തെ ചവിട്ടി മെതിക്കുന്നവർ നിരന്തരം അവരുടെ ഭാഷണങ്ങളിൽ ഈ ഹിന്ദുധർമ്മത്തിനെതിരെയും വിശ്വാസത്തിനെതിരെയും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് ആയിരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്നവരും, ശബരിമലയിലെ തീർത്ഥം കൈകൊണ്ട് കഴുകാൻ ഉപയോഗിക്കുന്നവരെയും, ഗണപതി മിത്ത എന്ന് പറയുന്നവരെയും നമ്മൾ എത്ര നാൾ സഹിക്കും? ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഞാൻ തീർച്ചും പറയുകയാണ്. അയ്യപ്പ വിശ്വാസികളെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെയുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇവിടെ അയ്യപ്പ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ, സന്നിധരായിരിക്കുന്നവർ പല വിഭാഗത്തിലുണ്ടാകാം, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നവരുണ്ടാകാം. നമ്മുടെ ഇവിടെ പ്രധാന കേന്ദ്ര ബിന്ദു അയ്യപ്പനാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിവിടെ നടക്കുന്ന, നമുക്കറിയാം, ഇന്ന് ഇത് 2 ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നടത്തിയത്. രാവിലെ ഒരു സെമിനാർ ആയിരുന്നു. കൃത്യമായ ഒരു ദർശന രേഖ നമ്മൾ അവതരിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മുന്നോട്ടുള്ള നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്. ആ ദർശന രേഖയിൽ കൃത്യമായൊരു ദർശന രേഖ, വിഷൻ നമ്മൾ പറയുകയാണ്. എന്താണ് ഇതിൻ്റെ വിഷൻ? ആ വിഷൻ ഡോക്യുമെന്റ് ഈസ് വെരി ക്ലിയർ. In that vision document we have said, we have mentioned what all we are going to do in the future. We are actually thinking of taking this up to whichever level it is required, but we have to get this all things resolved. So that is our idea. Anyway, അതുകൊണ്ട് നമ്മൾ രാവിലെ കൂടിയ സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയമുണ്ട്. വിശ്വാസത്തോടൊപ്പം വികസനം, വെറും വികസനമല്ല, ആചാരാനുഷ്ഠാനങ്ങളുടെ അധിഷ്ഠിതമായി മാത്രമേ ശബരിമലയിൽ ഒരു ഏത് തരത്തിലുള്ള വികസനമായാലും പാടുള്ളൂ എന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഏതെല്ലാം തരത്തിലാണോ സർക്കാരുകൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നമ്മുടെ ഹിന്ദു സമൂഹത്തിനെതിരെ, ശബരിമലയ്ക്കെതിരെ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതിനെല്ലാം കൃത്യമായി മറുപടി നൽകുകയും, അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടേണ്ട കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ചില പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവും. അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാവരുടെയും എൻ്റെ പ്രാർത്ഥന, എല്ലാവരോടും എൻ്റെ അഭ്യർത്ഥന, തുടർന്നും നമ്മൾ ഇത്തരത്തിൽ ഒന്നിച്ചുകൂടി തീരുമാനിച്ചുകൊണ്ട് ഈ ശബരിമല സംരക്ഷണത്തിന് വേണ്ടി ഇനിയും മുന്നോട്ട് നമ്മൾ പദ്ധതിയിടുന്നതിലെല്ലാം പങ്കാളികളാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന 2 ബഹുമാന്യ വ്യക്തിത്വങ്ങളുണ്ട്. വളരെ ചെറിയ സമയം കൊണ്ട് പോലും നമ്മുടെ യോഗത്തിൽ വരാനായിട്ടുള്ള നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീ അണ്ണാമലൈജിയും ശ്രീ ചേതശ്രീ സൂര്യജിയും. Respected Annamalai-ji, it is an honor Respected Annamalai-ji, it is an honor to welcome you and to seek your valuable guidance for our collective efforts. Your dynamic leadership and unwavering commitment to public service continue to inspire and strengthen our mission. Respected Chedusri Surya, your energetic leadership and clear vision have made you a strong voice for the youth of our nation. We are inspired by your commitment to national development and your dedication to protecting our cultural and spiritual heritage. Your ability to connect with the younger generation gives us confidence that our future is in safe and capable hands. I welcome you, sir. നമ്മുടെ യോഗാധ്യക്ഷനായ ശ്രീ ദാനവർമ്മജി, സമയലാഭത്തിന് വേണ്ടി ഞാൻ പേര് വായിച്ചു പോവുകയാണ്, കാരണം പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ നടക്കാനുണ്ട്. ശ്രീ നാരായണവർമ്മജി, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ ജെ നന്ദകുമാർ, ശ്രീ വി കെ വിശ്വനാഥൻ, ശ്രീ വിജി തമ്പി, ശ്രീമതി ശശികല ടീച്ചർ, ശ്രീ വത്സൻ തില്ലങ്കരി, ശ്രീ ടി ബി ശേഖർ. ശ്രീ ടി ബി ശേഖർ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ പേറ്റനാണ്. അദ്ദേഹം തുങ്കൂറിൽ നിന്ന് വന്നതാണ്, തുങ്കൂർ നിവാസിയാണ്. ഈറോഡ് രാജൻജി ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ പ്രഭാകരൻ ട്രിച്ചി, അദ്ദേഹം ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൽ ട്രിച്ചിയിൽ നിന്ന് വന്ന ആളാണ്.
ശ്രീ ജയരാമൻ, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ ജയരാമൻ. സുരേഷ് പട്ടതിരി, ശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ശ്രീ വിനോദ്ജി. ശ്രീ വിനോദ്ജിയും സാസിന്റെ പ്രവർത്തകനാണ്. ശ്രീ ജയറാം ഈറോഡ്. ശ്രീ ജയറാംജി ഈറോഡിൽ നിന്ന് എത്തിയതാണ്. ശ്രീ ജയറാം. ശ്രീ ES ബിജു, ശ്രീ VR രാജശേഖരൻ, ശ്രീ VK ചന്ദ്രൻ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്ന സന്യാസി വര്യന്മാർ, ഞാൻ ഒറ്റ വാക്കിൽ എന്നോട് ക്ഷമിക്കുമെന്ന് കരുതിക്കൊണ്ട് എല്ലാ സന്യാസി വര്യന്മാരെയും നമ്മുടെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം കേരളത്തിൻ്റെ വാഗ്ദാനമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജശേഖർജി, ശ്രീ ഇനിയും രാജീവ് ചന്ദ്രശേഖർജി തീർച്ചയായിട്ടും ഈ യോഗത്തിൽ സന്നിധരായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വേണ്ട തലത്തിൽ എത്തിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശം തരുന്ന ശ്രീ കൃഷ്ണദാസിയുടെ ഉണ്ട്. അദ്ദേഹവും നമ്മളോടൊപ്പം ഈ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല നമ്മളിവിടെ ഉള്ളത് ഈശ്വർജി ഉണ്ട്, ധാരാളം ആളുണ്ട്. ശ്രീ ജയകുമാർജി ഉണ്ട്, ശ്രീ KB ശ്രീകുമാർജി ഉണ്ട്. തുടർന്ന് എല്ലാവരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് ഇന്ന് എത്തിയ, ബഹുദൂരം സഞ്ചരിച്ച് ഈ യോഗത്തിന് വേണ്ടി ഇവിടെ എത്തിയ ഓരോരുത്തരെയും, ഓരോ അയ്യപ്പഭക്തന്മാരെയും, അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് രാവിലെ മുതൽ തന്നെ, രാവിലെ അല്ല 2 ആഴ്ച തന്നെ ആയിട്ടുണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. അതുകൊണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്താൻ സാധിക്കാതിരുന്ന ഈ യോഗത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്ന ഉത്തർപ്രദേശിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ്ജി, അദ്ദേഹം എത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സന്ദേശം നമുക്ക് അയച്ചിരുന്നു. ആ സന്ദേശം അഡ്വക്കേറ്റ് അനിൽജി ഇവിടെ വായിക്കുന്നതായിരിക്കും. നമസ്തേ. സെപ്റ്റംബർ 19 അയച്ച കത്താണിത്. SJR കുമാർജിയുടെ പേരിലാണ് അയച്ചിരിക്കുന്നത്. ഡിയർ ശ്രീ SJR കുമാർജി, I am thankful for the invitation of attending Shabarimala Samrakshana Sangamam on 22nd September 2025, which is being organized by Shabarimala Karma Samadhi at Pandalam, the divine land associated with the childhood of Lord Ayyappa. Lord Ayyappa Swami is the epitome of Dharma. He represents courage, devotion, and purity. His worship holds immense spiritual significance. It strengthens faith and encourages a disciplined way of life. Sanatana Dharma illuminates the path of righteous living. It is the beacon of human consciousness. For strengthening social harmony and unity, it is necessary to spread Sanatana values and traditions. In this perspective, the efforts of the organizations are commendable. I hope that Shabarimala Samrakshana Sangamam would help the devotees to connect with the divine. With regards, yours faithfully, Yogi Adityanath. നമ്മുടെ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആരാധനായിട്ടുള്ള ശ്രീ K. അണ്ണാമലയെ ക്ഷണിച്ചുകൊള്ളുന്നു. Please come to light the lamp. അശിരാമേശ്വരം പാണ്ഡി മലയാളം അടക്കുവാണിടും ശ്രീ ധർമ്മശാസ്താവ് ഹരിഹരസുതനാനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ.
ഒരാളെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്താം. ശ്രീലങ്ക നമ്മുടെ കൂടെ ശ്രീലങ്കയിൽ നിന്നും അവിടുത്തെ ഒരു മുൻ മിനിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്, ശ്രീ ഋഷി സെന്തിൽജി. അതെ, ശ്രീലങ്കയുടെ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചോളം ലോകരാഷ്ട്രങ്ങളിലൊരു മാതൃക കാണിച്ചിരിക്കുകയാണ് ശ്രീലങ്ക. ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് ശ്രീലങ്കൻ സർക്കാർ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ശ്രീലങ്കയിൽ അയ്യപ്പ ഭക്തന്മാരായിട്ട് വ്രതമെടുത്ത് മാല ധരിച്ച് ഈ കറുത്ത വസ്ത്രവും താടിയൊക്കെ വളർത്തി പോകുന്നതിനും അങ്ങനെ ഓഫീസിൽ പോകുന്നതിനും ഒന്നൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്ന രാജ്യത്തെ ഇന്ത്യക്ക് പുറത്തുള്ള ഏക രാജ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ ആ സർക്കാരിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, ശ്രീലങ്കൻ സർക്കാരിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ യോഗവേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം. Now I request most respectful Annamalai ji to deliver his inaugural speech. அனைவருக்கும் என்னுடைய அன்பான வணக்கம். இந்த அற்புதமான புண்ணிய பந்தல பூமியில் மேடையில் இருக்கக்கூடிய ஐயப்ப பெருமானுடைய பக்தர்கள், மேடைக்கு முன்புறத்தில் இருக்கக்கூடிய ஐயப்ப பெருமானுடைய பக்தர்கள் எல்லோருடைய பாதத்தை தொட்டு வணங்கி என்னுடைய வணக்கத்தை தெரிவித்துக் கொள்கின்றேன். அன்பு சொந்தங்களே, ஐயப்பனுக்கு எப்பொழுதெல்லாம் ஒரு பிரச்சனை வருகின்றதோ அப்பொழுதெல்லாம் ஐயப்பனுடைய பக்தர்கள் ஒன்றாக திரண்டு வெகுண்டெழுந்து அவருக்காக எப்பொழுதும் கேரளத்தில் நின்று கொண்டிருக்கின்றார்கள். 2018-19 ஐயப்ப பெருமகனுக்கு ஒரு பிரச்சனை வந்த பொழுது எப்படி கேரள மாநிலமே ஒன்றாக வெகுண்டெழுந்து நின்றார்களோ அதே போன்ற ஒரு உணர்ச்சியை, ஒரு எழுச்சியை இப்பொழுது இந்த மண்ணிலே பார்க்க முடிகிறது. இந்த பந்தல மண்ணில் இன்னைக்கு இங்கே உணர்ச்சியோடு வந்திருக்கக்கூடிய ஒருவரும் கூட சனாதன தர்மம் என்கின்ற இந்த பாரம்பரியத்தை, ஆண்டாண்டு காலமாக நம்மை வழிநடத்தக்கூடிய தர்மத்தை பாதுகாக்க வேண்டும் என்கின்ற ஒற்றை கருத்தில் இங்கே வந்திருக்கின்றோம். மேடையின் மீது இருக்கக்கூடிய முக்கியமானவர்கள், நம்மை வழிநடத்தக்கூடியவர்கள், தர்மத்தினுடைய துறவிகள், ஆன்மீகவாதிகள், அரசியல் கட்சியை சார்ந்தவர்கள், இந்த நிகழ்வை நடத்தி கொண்டிருப்பவர்கள் எல்லோருக்கும் வேறு வேறு பெயர் இருந்தாலும் கூட இன்னைக்கு மேடையின் மீது எல்லோரும் ஐயப்பனுடைய பக்தர்களாக அமர்ந்திருக்கின்றார்கள். எல்லோருடைய பெயரையும் ஐயப்ப பக்தன் என்று சொல்லி எல்லோருடைய பெயரையும் சொன்னதாக நான் கருதுகின்றேன். அதே போல முன்புறத்தில் இருக்கக்கூடியவர்களும் கூட இன்றைக்கு ஐயப்பனுடைய பக்தர்களாக வந்திருக்கிறேன். 1200 ஆண்டுகளுக்கு முன்பு பந்தலத்தில் இங்க வந்தார். இன்னைக்கு நாம நமக்குள்ள ஒரு கோடை போட்டு நான் தமிழன், மலையாளி அப்படின்னு பிரிச்சு வைக்கிறோம். 1200 ஆண்டுகளுக்கு முன்பு நமக்குள்ள அந்த கோடு கிடையாது. எல்லோருமே தர்மத்தை பின்பற்றக்கூடிய மக்களாகத்தான் வந்தோம். ஆனால் இன்னைக்கு நான் இங்க ஒரு தமிழனாக வரவில்லை, ஒரு சனாதன தர்மத்தை பாதுகாக்கக்கூடிய உங்களை போன்ற ஆயிரக்கணக்கான சிப்பந்திகள்ல ஒரு மனிதனாக நான் இங்கே வந்து நின்று கொண்டிருக்கின்றேன். அன்பு சொந்தங்களை, 20ஆம் தேதி செப்டம்பர் ஒரு ஆச்சரியமான விஷயத்தை நாம் எல்லோருமே பார்த்தோம். குளோபல் ஐயப்பா கான்ஃபரன்ஸ் என்கின்ற பெயரில் அனைத்துலக ஐயப்பன் பக்தர்களை ஒருங்கிணைத்து
இங்கே கேரள மாநிலத்தினுடைய கம்யூனிஸ்ட் அரசு ஒரு விழாவை ஏற்பாடு செய்திருந்தார். இதில் ரொம்ப ஆச்சரியமான விஷயம், அந்த விழாவிற்கு முக்கிய விருந்தினராக யாரை அழைத்தார்கள் என்பதுதான் முக்கியம். தமிழகத்தினுடைய முதலமைச்சராக இப்ப இருக்கக்கூடியவர், சனாதன தர்மத்தை வேரோடு அறுக்க வேண்டும் என்று நினைக்கக்கூடியவர், எங்களுடைய முதலமைச்சர் திரு மு க ஸ்டாலின் அவருடைய மகன் உதயநிதி ஸ்டாலின் சனாதன தர்மம் என்பது டெங்கு மஸ்கிட்டோ கொசுவை போன்றது, அதை ஒழித்தளிக்க வேண்டும் என்று சென்னையில் 2 ஆண்டுகளுக்கு முன்பு ஒரு நிகழ்வு நடத்தியவர். அதுல திரு மு க ஸ்டாலின் அவர்களை இந்த நிகழ்வுக்கு முக்கிய விருந்தினராக கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள் இங்க வாங்கன்னு கூப்பிடும் பொழுதே நமக்கு தெரியும், இது ஐயப்பனுக்காக போடப்படக்கூடிய ஒரு நிகழ்வு கிடையாது, மக்களை ஏமாற்றி அரசியல்ல ஓட்டை வாங்குவதற்காக ஒரு நிகழ்வு இங்க போடுறாங்க என்பது தெள்ள தெளிவாக நமக்கு தெரியும். ஐயப்பனை பொறுத்தவரை நமக்கு தெரியும், நைஸ்திக் பிரம்மச்சாரி என்று சொல்லுவோம். எப்பொழுதும் எல்லா நிலையிலும் ஒரு பிரம்மச்சாரியாக இருக்கக்கூடிய குழந்தை ஐயப்பனை பார்ப்பதற்கு ஆண்டாண்டு காலம் கோடிக்கணக்கான மக்கள் இங்க வர்றாங்க. இந்த நைஸ்திக் பிரம்மச்சாரியை பொறுத்தவரை அவரை பாதுகாக்க வேண்டிய கடமை நமக்கு இருந்தாலும் கூட அவர் எப்பொழுதும் குழந்தை முகத்தோடு இன்முகத்தோடு இங்கிருந்து சபரிமலையில் பக்தர்களுக்கு ஆண்டாண்டு காலமாக செய்தியை சொல்றாங்க. ஆனா திரு ஸ்டாலின் அவர்களையும் திரு பினராயி விஜயன் அவர்களையும் நான் அவர்களை எப்படி அழைப்பேன் என்று சொன்னால் நாஸ்திக் டிராமாச்சாரி என்று தான் அழைப்பேன். அதாவது நாத்திகத்தை விரும்பக்கூடிய, டிராமா நடத்த வேண்டும் என்று நினைக்கக்கூடிய 2 நபர்கள் இணைந்து நாஸ்திக் டிராமாச்சாரியாக இந்த நிகழ்வை நடத்தி முடித்திருக்கின்றார். அது அந்த நிகழ்வை பார்க்கும் பொழுது யாரும் வரவில்லை, இருக்கைகள் எல்லாம் காலியா இருந்ததுங்க. இவர்களாகவே கஷ்டப்பட்டு ஒரு கூட்டத்தை போட்டு ஐயப்பனுக்கு நாங்கள் இருக்கின்றோம் என்று சொல்லி அதன் மூலமாக இன்னும் தங்களுடைய பெயருக்கு களங்கத்தை ஏற்படுத்தி கொண்டிருக்கின்றார்கள். அன்பு சொந்தங்கள், இதில் நாம் கேட்கக்கூடிய ஒரே ஒரு கேள்வி, 2018-19 காவல்துறையை வைத்து ஐயப்ப பக்தர்களை அடித்து உதைத்து உச்சநீதிமன்றம் ஒரு தீர்ப்பு கொடுத்த பிறகு அதை முழுமையாக இப்படித்தான் கண்டிப்பாக நான் நடைமுறைப்படுத்துவேன் என்று பொங்கி எழுந்த திரு விஜயன் அவர்களுக்கு ஐயப்பனை பற்றி ஒரு மாநாடு நடத்துவதற்கு என்ன உரிமை இருக்கிறது என்பதுதான் அடிப்படையான ஐயப்ப பக்தர்கள் கேட்கக்கூடிய ஒரு கேள்வி. மாநாடு நடத்துவதற்கு உங்களுக்கு என்ன உரிமை இருக்கு? திராவிட முன்னேற்ற கழகம் எதற்கு மு க ஸ்டாலின் ஐயா அவங்க கூப்பிட்டாங்களோ, தமிழகத்தில் கடந்த ஆண்டு, நீங்க இந்த டிராமா நம்ப மாட்டீங்க, கடந்த ஆண்டு தமிழகத்தில் குளோபல் முருகா கான்ஃபரன்ஸ் டிஎம்கே நடத்துறாங்க பழனியில். ஏன்னா பக்கத்தில் ஒரு திருடன் இருக்கும் பொழுது திருடனை பார்த்து இன்னொரு திருடன் வேகமாக கற்றுக்கொள்வான், ஒரு திருடனை பார்த்து ஈஸியாக கற்றுக்குவாங்க. தமிழகத்தில் சனாதன தர்மம் வேண்டாம் என்று நினைக்கக்கூடிய டிஎம்கே திராவிட முன்னேற்ற கழகம் குளோபல் முருகா கான்ஃபரன்ஸ் பழனியில் போன ஆண்டு. இன்னைக்கு கேரளத்தில் கம்யூனிஸ்ட் அவர்களை பார்த்து இங்க குளோபல் ஐயப்பா கான்ஃபரன்ஸ். இவங்க இருவரும் கடவுளை பற்றி பேசுவதற்கு அடிப்படையில் எந்த ஒரு தகுதியும் இல்லாதவர்கள். அன்பு சொந்தங்கள், 2018-19 கேரளாவில் இதே பந்தளத்தில் கம்யூனிஸ்ட் கட்சியினுடைய தொண்டர்கள் முதலமைச்சர் அவர்கள் கட்டவில் தட்டியூழியத்தை பார்த்து அடித்து உதைத்து மக்களை யாருமே சேருவதற்கு இடம் கொடுக்காம காவல்துறையை வைத்து கட்டுக்கோப்பாக அவர்களாகவே பெண்களை உள்ளே அழைத்து சென்று வழிவிடுவதற்கான எல்லா வேலையும் செஞ்சுட்டு இன்னைக்கு நீலி கண்ணீர் வடிக்கின்றார்கள். ஐயப்பனுக்காக நாங்கள் இருக்கிறோம், ஐயப்பனுக்காக எப்பொழுதும் பேசுவோம் என்று. இதில் ஆச்சரியம் என்னன்னா, கடவுளே இல்லை என்று சொல்லக்கூடியவர், கடவுளை நம்பாத திரு விஜயன் அவர்கள் மேடைக்கு வந்து பகவத்கீதையை பற்றி நமக்கு பாடம் எடுக்கிறார். ஆச்சரியம் பாருங்க. ஒரு அப்பதான் நினைச்சேன், கேரளாவில் கம்யூனிஸ்டுக்காரங்கெல்லாம் இன்னைக்கு பகவத்கீதையை படிக்க ஆரம்பிச்சாங்கன்னா என்ன ஆகும்னு யோசிச்சு பாருங்க. பகவத்கீதையை படிச்சுட்டு அதிலும் 12வது சாப்டர் படிச்சுட்டு மட்டும் சொல்றார், அத்வெஷ்ட சர்வ பூதானாம் மைத்ர கருண ஈவாச்சான்னு நமக்கு பாடுறார். என்ன சொல்றாருங்க? அதாவது ஒரு பக்தன் எப்படி இருக்க வேண்டும் என்று விஜயன் அவர்கள் நமக்கு பாடம் எடுக்கிறாங்க. அந்த மாதிரி பக்தனா நீங்கள்லாம் இருங்கன்னு கடவுளை நம்பாத விஜயன். ஆனால் பிரச்சனை என்னன்னாங்க, அவர் 12வது சாப்டருக்கு மேலே அவர் படிக்கல. திரு விஜயன் அவர்களுக்கு நான் பகவத்கீதையிலிருந்து இன்னொன்று நான் சொல்கிறேன். 12வது சாப்டரை தாண்டி இன்னும் கொஞ்சம் முன்னாடி போங்க, 13வது சாப்டர், 14, 15, 16வது சாப்டர் போனீங்கன்னா 21வது வரிய திரு விஜயன் அவர்கள் மறுபடியும் இன்னைக்கு பகவத்கீதை எடுத்து படிக்கணும். திருவிதாம் நரக்க சியதாம் துவாரம் நாசானாம் ஆத்மனஹ காம குரோதா சத்தலோபாஸ் தஸ்மத்
அத்ரயாம் தயாஜன். இதையும் படிக்கணும். இதில் என்ன சொல்லுதுன்னா, ஒரு மனிதன் நரகத்திற்கு போக வேண்டும் என்றால் 3 வழிதான் இருக்கு. லஸ்ட், ஆங்கர், கிரீட். காமம் நரகத்துக்கு வேகமா கூட்டிட்டு போயிடும். பேராசை நரகத்துக்கு வேகமா கூட்டிட்டு போயிடும். கோபம் நரகத்துக்கு வேகமா கூட்டிட்டு போயிடும். இந்த 3ம் இருப்பது இன்னைக்கு கேரள கம்யூனிஸ்ட் அரசு கிட்ட, திரு விஜயன் அவர்கிட்ட இது இருக்கு. அதனால 12வது சாப்டரோட நிறுத்தாம அப்படியே 16வது சாப்டரும் படிச்சீங்கன்னா உங்களுக்கே பகவத்கீதையில சொல்லியிருக்கக்கூடிய புத்திமதி தெரியும். அதை தாண்டி நம்முடைய தமிழ் மண்ணில் ஐயன் திருவள்ளுவர் திருக்குறள் எழுதியிருக்கார். கொலை மேற்கொண்டாரிற் கொடிதே அலை மேற்கொண்டு அல்லவை செய்தொழுகும் வேந்து. ஒரு அரசனை பொறுத்தவரை, ஒரு கிங், ஒரு ராஜா, அரசனை பொறுத்தவரை அரசன் கொடுமை செய்வது, அரசன் இருக்கக்கூடிய சட்டத்தை தவறாக பயன்படுத்துவது. ஒரு அரசன் கொடுமை செய்வது, அரசன் ஒரு சட்டத்தை தவறாக பயன்படுத்துவது அரசனுக்கு கீழே இருக்கக்கூடிய கொலைகாரனை விட ஒரு பெரிய பாவம் அரசன் சம்பாதிப்பான் என்று திருவள்ளுவர் சொல்றார். 2018-19 திரு விஜயன் அவர்கள் கேரள மாநிலத்தில் பந்தளத்தில் இந்த பகுதியில் அவர் நடந்து கொண்ட விதம் எது, அவர் மக்களை நடத்திய விதம் என்ன, கையில் ஆட்சி அதிகாரம் இருக்கிறது என்கின்ற ஒற்றை காரணத்திற்காக லட்சக்கணக்கான ஐயப்ப பக்தர்களுக்கு எவ்வளவு பிரச்சனை அவர் உருவாக்கினார். அதனால் இது யாருக்கு பொருந்ததோ இல்லையோ திரு விஜயன் அவர்களுக்கு பொருந்தும். கொலை மேற்கொண்டாரிற் கொடிதே அலை மேற்கொண்டு அல்லவை செய்தொழுகும் வேந்து. அரசன் செய்யக்கூடிய தவறுகளை விஜயன் அவர்கள் 2018-19 செஞ்சிருக்கிறாங்க. அதனால தயவு செஞ்சு பகவத்கீதை பாடத்தை எங்களுக்கு எடுக்காதீங்க. கண்ணாடியை பார்த்து நீங்களே உங்களுக்கு சொல்லிக்குங்க எப்படி அரசனாக வாழ வேண்டும், எப்படி மனிதர்களை மனிதர்களாக இங்கே மதிக்க வேண்டும் என்று. அன்பு சொந்தங்களை, இதையெல்லாம் தாண்டி இன்னும் ஒரு பணி முன்னாடி போங்க. திரு விஜயன் அவர்கள் ஓணம் பண்டிகையை அரசு அலுவலகங்களை யாராச்சும் கொண்டாடினா அது ஆன்டி ஹிந்து, அவங்க கொண்டாடக்கூடாது. அவருடைய பிடபிள்யூ மினிஸ்டர் சுதாகரன் அவங்க சொல்றாங்க, இந்த நிலவிளக்கு ட்ரெடிஷ்னல் லேம்ப் இதெல்லாம் நாம் நடத்துறதே அரசு நிகழ்ச்சியில் நடத்தாதீங்க. கேரள மாநிலத்தினுடைய ஸ்பீக்கராக இருக்கக்கூடிய சம்ஷீர் அவரை பொறுத்தவரை லார்டு கணேஷா கணபதி அவரே ஒரு மித், உண்மை கிடையாது. தாமஸ் ஐசாக் முன்னாள் கேரளத்தினுடைய நிதி அமைச்சர் வாமன அவதாரே ஒரு பொய். திரு ஜெயராஜன் அவர்கள் கம்யூனிஸ்ட் கட்சியினுடைய தலைவராக இருக்கிறவங்க பரசுராமரே ஒரு மித். இந்த கேரள மண்ணை பொறுத்தவரை பரசுராமர் சேத்திரம் கிடையாது அப்படின்னு கேரள மண்ணில் இருக்கக்கூடிய ஒரு கம்யூனிஸ்ட் கட்சியினுடைய தலைவர் சொல்றாங்க. இவ்வளவு விஷயங்கள் பேசக்கூடிய ஒரு கட்சியிலிருந்து வந்திருக்கக்கூடிய விஜயன் அவர்கள் இன்னைக்கு ஐயப்பனுக்காக ஒரு நிகழ்வை நடத்திவிட்டு நாங்கள் ஐயப்பனுக்காக இருக்கின்றோம். சமீபத்தில் ஒரு படம் பார்த்துருப்பீங்க, ஒரு நெட்ஃப்ளிக்ஸ் சீரீஸ் ஸ்கேம் 92. எப்படி 2 பேர் சேர்ந்து பாம்பே ஸ்டாக் எக்ஸ்சேஞ்சை ஸ்கேம் பண்ணாங்க. இன்னைக்கு இந்தியாவில் 2 பேர் அது மாதிரி செய்யறாங்கன்னா, ஒன்று ஸ்டாலின் அவர்கள், இன்னொன்று விஜயன் அவர்கள். ஏன் நான் சொல்றேன் கேளு. தமிழகத்தில், நம்முடைய தமிழ்நாட்டில் ஹிந்து கோவில்களை TNHRNC நிர்வாகம் செய்யறாங்க, ஒரு அரசு நிர்வாகம் செய்யறாங்க. 1985 5,25,000 ஏக்கர் இருந்த TNHRNC இன்னைக்கு 4 லட்சம் ஏக்கர், 1,25,000 ஏக்கர் காணாம போயிருச்சு. 1985 பிறகு 40 ஆண்டுகள்ல தமிழ்நாட்டினுடைய இந்து அறநிலைத்துறை நடத்தக்கூடிய கோவில்கள் 46,000 கோவில், 46,000 temples managed by TNHRNC. In 1985 TNHRNC had 5,25,000 acre. In 40 years, TNHRNC has lost 1 lakh acre. Right now we have 4 lakh acre. தமிழ்நாடு அரசு இந்த 1,25,000 ஏக்கர் எங்கே போச்சுன்னு கண்டுபிடிக்க முடியல. தமிழ்நாடு அரசு சார்பா இந்த ஐயப்பன் மீட்டிங்க்கு எங்களுடைய அறநிலைத்துறை அமைச்சர் சேகர் பாபு வந்திருக்கார். அவர் என்ன கேட்கிறாருன்னா, ஒரு 5 ஏக்கர் மட்டும் எங்களுக்கு கொடுங்க, பந்தளத்தில் கொடுங்கன்னு கேட்கிறாங்க. இதில் ஆச்சரியம் என்னன்னா, தமிழ்நாட்டில் 1,25,000 ஏக்கர் காணாம். 20ஆம் தேதி செப்டம்பர் இங்க குளோபல் ஐயப்பா கான்ஃபரன்ஸுக்கு வந்த தமிழ்நாட்டினுடைய அமைச்சர் இங்க என்ன கேட்கிறாருன்னா, ஒரு 5 ஏக்கர் தமிழ்நாட்டுக்கு கொடுங்க, இங்க நான் கட்டிக்கிறோம். ஏன் அதையும் திருடவா? அந்த 1,25,000 ஏக்கரோடு கேரள மாநிலம் உங்களுடைய சொத்து 5 ஏக்கரையும் திருடவா? அதனால் அன்பு சொந்தங்களே, இது நடப்பதெல்லாம் நன்றாக நாம் பார்க்க வேண்டும். நம்மை ஏமாற்றுவதற்காக மட்டுமே ஒரு கூட்டம் ஒன்றாக இணைந்து இதை நடத்தி கொண்டிருக்கின்றார். இன்னைக்கு கடவுளை அரசியலாக்குவது யார் என்கின்ற முக்கியமான கேள்வியும் நம்ம கேட்கிறோம். கடவுளை அரசியலுக்கு பயன்படுத்துவது நாமா, இங்க இருக்கக்கூடிய அரசா,
அதுவும் குறிப்பாக கம்யூனிஸ்ட் கட்சியான்னு பாருங்க. இன்னைக்கு கடவுளை அதை அரசியலாக்கி அதன் மூலமாக லாபம் சம்பாதித்து அதன் மூலமாக மக்களை ஏமாற்றுவதற்காக ஒரு வேலையை செஞ்சிருக்கிறாங்க. இன்னைக்கு பெரும் திரளாக பந்தளத்தில் இங்க இருக்கக்கூடிய நாம் எல்லோரும் இங்க இணைந்திருப்பது, தயவு செய்து ஐயப்பனை அரசியல் ஆக்காது, தயவு செய்து ஐயப்பனை தனியா விட்டுருங்க. இன்னைக்கு உச்ச நீதிமன்றத்தில் ரிவ்யூ பெட்டிஷன் லார்ஜர் கான்ஸ்டிடியூஷனல் பெஞ்சில் இருக்கும் பொழுது எதற்கு தேவையில்லாத வேலையை செய்யறீங்க? இன்னைக்கு ஐயப்பனுக்கு உண்மையாலும் நல்லது செய்ய வேண்டும் என்று விஜயன் அவர்கள் நினைச்சா சுப்ரீம் கோர்ட் முன்னாடி நீங்க போட்டிருக்கக்கூடிய அஃபிடவிட்டை மாத்தி போடுங்க. சுப்ரீம் கோர்ட்டில் 2018, 17, 16 இந்த மாநிலத்தினுடைய கம்யூனிஸ்ட் அரசு கொடுத்திருக்கக்கூடிய அஃபிடவிட்டை மாத்துங்க. ட்ரெவங்கோர் தேவஸ்தானம் போர்டு இங்க என்ன அஃபிடவிட் கொடுத்திருக்கிறீங்களோ அதை உச்ச நீதிமன்றத்தில் மாத்துங்க. சேஞ்ச் தி அஃபிடவிட் that is in front of the honorable Supreme Court of our country. If you want to do any justice to Lord Ayyappa, if they have to serve Lord Ayyappa, if they have to really surrender themselves to Lord Ayyappa, they are duty bound to change the affidavit that is presented in front of the honorable Supreme Court of our country. அதை செய்யாம 20ஆம் தேதி பந்தளத்தில் எதற்காக நீங்க கூட்டத்தை போடுறீங்க? இதுல இருந்தே நமக்கு தெரியும். இன்னைக்கு திருவங்கூர் தேவஸ்தானம் போர்டு வெளியே பேசும் பொழுது அவங்க மாத்தி பேச ஆரம்பிச்சிட்டாங்க. தேவஸ்தானம் போர்டை பொறுத்தவரை கம்யூனிஸ்ட் கட்சி வரும் பொழுதெல்லாம் மாத்தி பேசுவாங்க. இன்னைக்கு அவர்கள் நேரடியாக மாத்தி பேசுவது அஃபிடவிட்ல சொல்லட்டும், நாங்கள் 10 வயதிலிருந்து 50 வயது வரை பெண்களை சபரிமலைக்குள்ள அனுமதிக்க மாட்டோம் என்கின்ற அஃபிடவிட்டை நீங்க போடுங்க. நீங்க ஐயப்பனுடைய பக்தர்கள் ஏத்துக்கிறோம், நீங்க ஐயப்பனுக்காக வேலை பார்க்குறீங்க ஏத்துக்கிறோம். அதையெல்லாம் தாண்டி விஜயன் அவர்கள் இன்னைக்கு புதுசா இன்னொரு டிராமா ஆரம்பிச்சிருக்கார். ஐயப்பனுக்காக நாங்கள் செலவு செய்கின்றோம், ஐயப்பனை பார்த்து கொள்ள வேண்டிய பொறுப்பு எங்களுக்கு இருக்கு. 2011-12 மாஸ்டர் பிளான்ல என்ன சொல்றாங்க? 148 கோடி ரூபாய் ஐயப்பனுக்கு நாங்கள் செலவு பண்ணியிருக்கோம். ஐயப்பனை பார்க்க போகும் பொழுது ஒரு ரோடு, ஒரு பிரிட்ஜு, ஒரு டிட்ஜு, ஒரு கான்கிரீட்டு இதெல்லாம் போட்டு ஐயப்பனுடைய கணக்கில் எழுதிட்டு போறாங்க. ஆனா ஐயப்பன் மட்டுமே சபரிமலையினுடைய வருமானத்தை பாருங்க. 2024-25 சபரிமலையினுடைய வருமானம் 441 கோடி, 2023-24 360 கோடி, 2022-23 301 கோடி. கடந்த 3 ஆண்டுகள்ல மட்டுமே சபரிமலையினுடைய வருமானம் 1300 கோடி ரூபாய். சபரிமலையினுடைய வருமானம் 100 கோடி ரூபாய்க்கு ரோட்டை போட்டுட்டு கோயில் உண்டியல் இருக்கக்கூடிய பணத்தை எப்படி தமிழகத்தில் திராவிட முன்னேற்ற கழகத்தினுடைய அரசு திருடுறாங்களோ அதே வேலையை செய்வதற்காக விஜயன் அவங்க இறந்திருக்கிறாங்க. அது ஒன்று இருக்கல. 1000 கோடி ரூபாய் நாங்கள் ஐயப்பனுக்கு செலவு செய்வோம். நீங்க நல்லா யோசிச்சு பாருங்க. தமிழ்நாட்டில் 2021 திமுக தன்னுடைய தேர்தல் அறிக்கை எலெக்ஷன் மேனிஃபெஸ்டோ, DMK government in 2021 said, when we come to power, we will spend 1000 crore for renovation of Hindu temple. Till now, they haven't even spent 100 crore after 4 years in power. அங்க 1000 கோடி, இங்கே அதே 1000 கோடியை விஜயன் சொல்றார். அங்க குளோபல் முருகா கான்ஃபரன்ஸ், இங்க குளோபல் ஐயப்பா கான்ஃபரன்ஸ். எப்படி 2 திருடர்கள், ஒருத்தர் பிக் பாக்கெட்ல கையில இவரு, இன்னொரு பிக் பாக்கெட்ல அவரு, எப்படி 2 நபர்கள் சேர்ந்திருக்கின்றார்கள் என்பதை தெள்ள தெளிவாக நாம் இங்கே பார்க்க முடியும். அன்பு சொந்தங்களே, இதையெல்லாம் தாண்டி இன்னைக்கு சமீபத்தில் துவாரபாலக்கர், நம்முடைய சபரிமலையில் இருக்கக்கூடிய துவாரபாலக்கர் மேல இருக்கக்கூடிய தங்கம் அது சென்னைக்கு வருது. அதை திருத்தி கொண்டு வருவதற்காக 42 கிலோ 800 கிராம் இருக்க வேண்டிய தங்கம் இன்னைக்கு அவர்கள் எடுத்து 1 மாதம் கழிச்சு வே பண்ணி பார்க்கும் பொழுது 38 கிலோ 200 கிராம் இருக்கு. அதுல 4 கிலோ 540 கிராம் அதுல காணாம். உங்களால் ஐயப்பனுக்கு பக்கத்தில் இருக்கக்கூடிய துவாரபாலகனை காப்பாற்ற முடியல, அதனுடைய தங்கத்தை கண்காணிக்க முடியல, அந்த 4 கிலோ உங்க பார்த்துக்க முடியல. நீங்கள் எங்களுக்கு எப்படி ஐயப்பனை பார்த்து கொள்வது என்று பாடம் எடுத்துக் கொள்கின்றீர்கள். அதனால் கேரளத்தில் இருக்கக்கூடிய அன்பு சொந்தங்கள் எல்லோருக்கும் என்னுடைய அன்பான வேண்டுகோள், நம்ம எல்லோருமே ஐயப்பனுடைய பக்தர்களாக இங்கே வந்திருந்தாலும் கூட போதும் 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 என்று சொல்லுகின்ற நிலைமையெல்லாம் தாண்டி கோபத்தில் நின்று கொண்டிருக்கின்றோம். அரசியல் மாற்றம் கட்டாயமாக வர வேண்டும். இது அரசியல் மேடை அல்ல, அரசியல் தலைவர்கள் எல்லோரும் இருக்கின்றார்கள். இருந்தும் கோவில்களை நாம் காப்பாற்ற வேண்டும். கோவில்கள் அரசு பிடியிலிருந்து வெளியே கொண்டு வர வேண்டும் என்றால் கம்யூனிஸ்ட் கட்சிக்காரங்களை கோவிலிருந்து வெளியே அனுப்ப வேண்டிய நேரம் நமக்கு வந்துருச்சு. தமிழ்நாட்டில் இன்னொரு ஆச்சரியமான விஷயம், 2 வாரத்திற்கு முன்பு புதுக்கோட்டை பக்கத்தில் ஒருத்தர் உண்டியலை தூக்கிட்டு போயிட்டு இருக்கார். புதுக்கோட்டை பக்கத்தில் ரோட்டில் இருக்கிற மக்கள் பிடிச்சிடறாங்க. ஆனால் எங்கனே உண்டியல் எடுத்துகிட்டு போகிறீங்க? இல்லைங்க, கோயில் உண்டியல் எடுத்துகிட்டு போகிறேன். போலீஸ் ஸ்டேஷனில் கொண்டு போய் உட்கார வச்சுட்டு FIR பதிவு பண்ண பார்க்குறாங்க.
அப்பதான் அவர்களுக்கு தெரியுது அந்த கோவில்ல உண்டியல் வச்சதே ஒரு திமுக காரன் தான். 10 வருஷமா உண்டியல் வச்சு வர்ற பணத்தை சைடில் எடுத்துட்டு இருக்கான். இந்த மாதிரி இந்தியா முழுவதும் குறிப்பாக தமிழகத்தில், கேரளத்தில் பல இடத்துல இந்த அநியாயம் பண்ணிட்டு இருக்கிறாங்க. அதை எல்லாம் தட்டி கேட்க வேண்டிய கடமை நம்முடையது. அதற்கு ஒரு அரசியல் மாற்றத்தை நீங்கள் கொண்டு வர வேண்டும். நிச்சயமாக நீங்கள் பயன்படுத்த வேண்டும் என்கின்ற அன்பான வேண்டுகோளை வைக்கின்றேன். அதை தாண்டி இன்னைக்கு விஜயன் அவங்க சொல்றாங்க, ஏதோ அரசு ஐயப்பனுக்கு பணம் கொடுக்கிறோம், நாங்க திருவங்கூர் தேவஸ்தானம் போர்டுக்கு பணம் கொடுக்கிறோம், எல்லாமே அரசு தான், நாங்க பணம் கொடுக்கறனால ஈக்குவாலிட்டி ஆர்டிக்கல் வந்தது, அதனால எல்லோரும் வர வேண்டும் என்கின்ற வாதத்தை வைக்கிறாங்க. நமக்கு தெரியும் இன்னைக்கு நம்முடைய அரசியலமைப்பு சட்டத்தில் ஆர்டிக்கல் 290A இந்திய அரசியலமைப்பு சட்டத்திலே மிக வித்தியாசமான ஒரு ஆர்டிக்கல், ஒரு அமெண்ட்மெண்ட். இது எங்கேயுமே இல்லாத ஒரு பெருமை இந்த கேரள மண்ணுக்கு இருக்கு. ஏன்னா நம்முடைய அரசியலமைப்பு சட்டத்தை வடிவமைத்தவர்களுக்கு தெரியும், கேரளாவில் திரவங்கோர்னு ஒரு பக்கம் இருக்கு, கொச்சி இருக்கு, இரண்டையும் கம்பைன் பண்ணும் பொழுது அன்னைக்கு அட்வைசர் டு தி மினிஸ்டர் ஆஃப் ஸ்டேட்ஸ் திரு VP மேனன் அவர்கள் தலைமையில் ஒப்பந்தம் போடுறாங்க. இன்னைக்கு இதெல்லாம் நீங்க எடுத்துக்கிட்டீங்க, 2 பிரின்ஸ்லி ஸ்டேட்டை கம்பைன் பண்ணி எடுத்துட்டீங்க, அதனால் அரசு ஒரு ஆண்டும் தேவஸ்தானத்திற்கு 51 லட்சம் பணம் கொடுக்க வேண்டும் என்று 1949 போடப்பட்ட ஒரு தீர்மானம். இதுல தமிழ்நாடும் சம்பந்தப்பட்டிருக்கு. ஆச்சரியம் பாருங்க, ஏன்னா 1956 தமிழ்நாடு கேரளா நம்முடைய பார்டரை வரையறுத்த பொழுது கேரளாவுடைய சில பகுதிகள் தமிழ்நாட்டுக்கு வருது. அன்னைக்கு 1956 கேரளா. அந்த 290A ஆர்டிக்கல்ல சொல்றோம், எந்த பகுதியெல்லாம் தமிழ்நாட்டிற்கு வந்திருக்கோ அதற்கு தமிழ்நாடு அரசு வருஷத்துக்கு 13,50,000 கொடுக்கணும் தேவஸ்தானம் போர்டுக்கு, கேரள அரசு 46,50,000 கொடுக்கணும். So Mr. Vijayan has to understand, it is not a money that is thrown at Ayyappa, it is a constitutional obligation by the government to give money to the Travankoram Devasthanam board, not by Kerala, even by Tamil Nadu. Tamil Nadu அரசும் வருடத்திற்கு 13,50,000 ரூபாய் கொடுக்கணும். காரணம், கேரள பகுதியிலிருந்து தமிழ்நாட்டுக்குள்ள வந்திருக்கக்கூடிய கேரளத்தினுடைய பழைய நிலத்தில் இருக்கக்கூடிய கோவிலுக்கு தமிழ்நாடு அரசு கன்சாலிடேட்டட் ஃபண்ட்ல இருந்து கொடுக்கணும். இது ஒரு கான்ஸ்டிடியூஷனல் மேண்டேட். ஏன்னா இங்கிருந்த கோவில்களை பாதுகாப்பதற்காக கொடுக்கப்படுற நிதி, அது அப்படியே மாத்தி கடந்த 75 ஆண்டுகள் அப்படியே இந்த கான்செப்டை மாத்தி ஏதோ அரசு பணம் கொடுப்பதால் மட்டும்தான் இங்க இருக்கக்கூடிய கோவில்கள் வாழுகின்ற என்கின்ற மாய தோட்டத்தை ஏற்படுத்தி அதை உச்சநீதிமன்றம் வரைக்கும் கொண்டு போய் அதுல ஆர்டிகல் 21, 25 கொண்டு வந்து அரசு பணம் கொடுக்கறனால எல்லா கோவில்ல எல்லோரும் செல்லணும், குறிப்பாக பெண்கள் சபரிமலை ஐயப்பனை பார்க்க செல்ல வேண்டும் என்கின்ற வாதத்தை வைத்து இன்னைக்கு இந்த பிரச்சனை போயிட்டு இருக்கு. ஆனால் நிச்சயமாக எனக்கு நம்பிக்கை இருக்கிறது, உச்சநீதிமன்றம் லார்ஜர் கான்ஸ்டிடியூஷனல் பெஞ்சில் இதை அவங்க மறு தீர்மானம் செய்யும் பொழுது ஐயப்பனுக்காக நல்ல ஒரு முடிவு, நல்ல ஒரு தீர்ப்பு வரும் பொழுது இந்த கம்யூனிஸ்ட் அரசனுடைய முகத்துல கரியை நாம் பூசத்தான் போகின்றோம், அதுவும் நடக்கத்தான் போகிறது. நம்முடைய காலத்தில் அதையும் பார்க்கின்றோம். அதனால் இந்த அற்புதமான இந்த மாநாட்டில் பங்கேற்கக்கூடிய எல்லா தலைவர்களுக்கும் இந்த நேரத்தில் நாம் நெஞ்சார்ந்த பாராட்டுக்களை, வாழ்த்துக்களை தெரிவிக்கணும். காரணம், 20ஆம் தேதி அரசு நடத்திய கூட்டத்தை விட 10 மடங்கு பெரிதாக ஆன்மீகவாதிகள், பெரியவர்கள், அரசியல் கட்சியினுடைய தலைவர்கள், சாதாரண பொதுமக்கள், ஐயப்ப பக்தர்களை எல்லோரும் கொண்டு வந்து கேரள மாநிலம் ஒரு செய்தியை சொல்லி இருக்கிறது. ஐயப்பனை தொட்டால் நாங்கள் விடமாட்டோம் என்கின்ற பெரிய செய்தியை சொல்லியிருக்கிறோம். அது 2026 தேர்தல் களத்தில் அது எதிரொலிக்க வேண்டும் என்கின்ற ஒரு ஐயப்பன் பக்தனாக என்னுடைய கருத்தையும் இங்கு வைக்கின்றேன். கடைசியாக திரு விஜயன் அவர்களுக்கும் கம்யூனிஸ்ட் ஆட்சிக்கும் எங்களுடைய வேண்டுகோள், நீங்கள் புரிந்து கொள்ள வேண்டும், மனிதனுடைய சட்டங்கள், உங்களுடைய சட்டங்கள் ஐயப்பனுக்கு பொருந்தாது என்பதை எப்பொழுது புரிந்து கொள்ளுகின்றீர்களோ அன்னைக்கு உங்களுக்கு நல்ல புத்தி கிடைக்கும். இரண்டாவது, பகவத்கீதையை முழுசா 18 சாப்டரையும் படிங்க, 12 சாப்டரோட நடிச்சிடாதீங்க. மூன்றாவது, கேரள அரசும் தேவஸ்தானம் போர்டும் இன்னைக்கு உச்ச நீதிமன்றத்தின் முன்பு நீங்க போட்டிருக்க கூட அஃபிடவிட்டை மாத்தி ஐயப்பனுக்கு ஆதரவாக நீங்கள் கொடுக்கும் பொழுது ஐயப்பனுக்காக நீங்கள் இருக்கின்றீர்கள் என்கின்ற பொருள். அதுவரை எத்தனை மாநாடு நீங்கள் நடத்தினாலும் நாங்கள் நம்ப போவது கிடையாது. 2018, 19 அந்த ஆர்ப்பாட்டத்தில் பங்கேற்ற எல்லோரின் மீதும் வழக்கு போடப்பட்டிருக்கிறது. அந்த வழக்கை உடனடியாக நீங்கள் கைவிட வேண்டும் என்பதும் இதன் மூலமாக சொல்லுகின்றோம். நன்றாக புரிந்து கொள்ள வேண்டும், பம்பையோ பந்தளமோ இது ஒரு பிக்னிக் ஸ்பாட் கிடையாது, ஐயப்பன் வாழுகின்ற இடம். அதனால் நீங்கள் நடத்தக்கூடிய இந்த குளோபல் கான்ஃபரன்ஸ் ஐயப்பனை உலகத்துக்கு அறிமுகப்படுத்த தேவை யாருக்கும் கிடையாது. ஐயப்பனை விட இவங்கெல்லாம் பெரிய ஆளுகளா? ஐயப்பனை உலகுக்கு அறிமுகப்படுத்துவதற்காக ஒரு மாநாடு நடத்துறாங்களாமா? இந்த இடத்தை அப்படியே விடுங்க. காட்டுக்குள் ஐயப்பன் இருப்பதுதான் அனைவருக்கும் பெருமை. தயவு செய்து அதை அசிங்கப்படுத்தாது. அது மட்டுமல்ல, திரு விஜயன் அவர்களுக்கு
இன்னைக்கு பிராமின் சமுதாயத்தின் மீது ஏதோ ஒரு கோபம் இருக்கு. அதை நல்லா ஆழ்ந்து பார்க்கும் பொழுது அந்த கோபத்தை தொடர்ச்சியாக அதை காட்டிக் கொண்டிருக்கின்றார்கள். அதிலிருந்து அந்த பிராமின் ஃபோபியாலிருந்து வேகமாக வெளியே வாங்க விஜயன் அவர்களுக்கு பாதி பிரச்சனை இன்னைக்கு கேரளா முடிஞ்சிடும். கடைசியாக தமிழகத்திலிருந்து 2 அமைச்சர்கள் வந்தார்கள். பிடிஆர் அவங்க வந்தாங்க, இன்னொரு அமைச்சர் சேகர் பாபு வந்தாங்க. இவர்கள் இருவருக்கும் தலைவர் யாருன்னா பெரியார். திராவிட சித்தாந்தத்திற்கு பெரியார் தலைவர். இந்த பெரியார் 1943 செப்டம்பர் மாதம் 21 தேதி பெரியார்கிட்ட கேட்குறாங்க, கம்யூனிசம்னா என்னன்னு கேட்குறாங்க. அதற்கு பெரியார் அவர்கள் சொல்றாரு திருச்சியில, கம்யூனிசம்னா இனிப்பு கலந்திருக்கக்கூடிய கசப்பு மாத்திரை என்று சொல்லுகின்றார். கம்யூனிசம் இஸ் நத்திங் பட் a sugar coated poison pill. ஒரு இனிப்பு கலந்திருக்கக்கூடிய ஒரு பாய்சன் தான் கம்யூனிசம். இன்னைக்கு அந்த கம்யூனிஸ்ட் நடத்தக்கூடிய மாநாட்டுக்கு அந்த பெரியார் அவருடைய சித்தாந்தத்தின் வழித்தோண்டலாக வந்திருக்கக்கூடிய கட்சியிலிருந்து 2 பேர் இங்க வந்ததே 5 ஏக்கர் ஆட்டையை போடத்தான் வந்தாங்க. வேற எதுக்கு அவங்க வரலீங்க. அங்க 1,25,000 ஏக்கர், கேரளாவில் 5 ஏக்கர் வருமானு. அதையெல்லாம் நீங்கள் பெரிதாக எடுத்துக்கொள்ள வேண்டாம். மற்றும் ஒரு முறை மேடையில் இருக்கக்கூடிய எல்லோருக்கும், ஐயப்ப பக்தர்களுக்கும், உணர்ச்சியோடு வந்திருக்கக்கூடிய எல்லோரும் இதே போல தொடர்ந்து கட்டுக்கோப்பாக ஐயப்பனுக்காக ஒருங்கிணைந்து நாம் நிற்போம். மாற்றம் நிச்சயமாக வரும். அரசியல் மாற்றத்தை நீங்கள் மறந்துவிடக் கூடாது. அரசியல் மாற்றமே உண்மையான சமுதாய மாற்றத்திற்கு வித்திடும். 2026 தேர்தலை நாம் பயன்படுத்தி கடவுளுக்கு எதிராக, ஐயப்பனுக்கு எதிராக இருக்கக்கூடிய கம்யூனிஸ்ட் கட்சி ஆட்சியை இங்கிருந்து தூக்கி எறிவதற்கு நாம் ஒன்றிணைவோம். அதை நீங்கள் ஐயப்ப பக்தர்களாக நிகழ்த்தி காட்ட வேண்டும் என்கின்ற வேண்டுகோளை வைத்து வாய்ப்பு கொடுத்த நல்ல உள்ளங்களுக்கும், மேடையில் இருக்கக்கூடிய தலைவர்களுக்கும், சபரிமலை சம்ரக்ஷண சங்கமத்தில் இருக்கக்கூடிய எல்லா அண்ணன், குறிப்பாக எஸ்ஜிஆர் குமார் அவர்களுக்கும் என்னுடைய நெஞ்சார்ந்த நன்றிகளை தெரிவித்துக் கொள்கின்றேன். நன்றி, வணக்கம். சுவாமியே சரணம் ஐயப்பா. വളരെ മനോഹരമായ രീതിയിൽ ഒരു പ്രഭാഷണം നടത്തിയ ശ്രീ അണ്ണാമലജിക്ക് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം നൽകി ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ കുമ്മനം രാജേട്ടനെ ക്ഷണിച്ചുകൊള്ളു. നമ്മളുടെ ഈ ചടങ്ങിൽ ശ്രീലങ്കയിൽ നിന്ന് എത്തിച്ചേർന്ന മുൻ മന്ത്രി ഡോക്ടർ ഋഷി സെന്തിൽ രാജിനെ അയ്യപ്പ സേവാ സമാജത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജയൻ സ്വീകരിക്കുന്നു.